ക്ലച്ച് പിടിക്കാതിരുന്ന പി അൻവറിന് ക്ലച്ച് പിടിക്കാൻ ഒരവസരം വീണ്ടും ഉണ്ടാക്കി കൊടുക്കുകയാണോ ഇടതുപക്ഷ സർക്കാരിലെ പോലീസ് സംവിധാനം? ഇടതുപക്ഷ പാളയം വിട്ടു പുറത്തുപോയി മറുചേരിയിൽ എത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഏതാണ്ട് ഒരു തൃശങ്ക് സ്വർഗത്തിലെന്ന പോലെ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അവിടെ എത്തിക്കയറാനും പറ്റുന്നില്ല, ഇവിടെ UDF-ലോട്ട് കയറാനും പറ്റുന്നില്ല എന്ന രൂപത്തിൽ കഴിയുന്ന പി വി അൻവർ MLA-യും നിലമ്പൂർ MLA-യും അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടിയായ DMK-യും ഇങ്ങനെ ചെകുത്താനും കടലിനുമിടയിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ എന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു ഗതിയുമില്ലാതെ ഇങ്ങനെ നിന്ന പി അൻവറിന് ഒരു ഗതി ഉണ്ടാക്കി കൊടുക്കുകയാണ് സംസ്ഥാന പോലീസ് ചെയ്യുന്നത് എന്ന് സംശയം പോലീസിലുള്ള ചിലരെങ്കിലും. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിയമലംഘനം ഉണ്ടാവാം, അതുകൊണ്ടാവാം, അതിനെയൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ നീക്കം അൻവർ നടത്തുമ്പോൾ, അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുമ്പോൾ അതിലുണ്ടാകുന്ന പോലീസ് നടപടി LDF-ന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നൊരു കാര്യം കൂടി നമ്മളിവിടെ പരിഗണിക്കണം. എന്താണ് സംഭവം? പി അൻവർ MLA ഇടതുപക്ഷ പാളയം CPM പക്ഷം വിട്ടുപോയാൽ, മറുകണ്ഠം ചാടിയാൽ അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. മാധ്യമങ്ങൾ അങ്ങനെ പെരുപ്പിച്ച് കാണിച്ചിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു സ്വാധീനവും ചെലുത്താൻ അൻവറിനോ അദ്ദേഹത്തിന്റെ DMK എന്ന പാർട്ടിക്കോ സാധിച്ചില്ല. അദ്ദേഹം പ്രസക്തനല്ല, അപ്രസക്തനാണ് കേരള രാഷ്ട്രീയത്തിൽ എന്ന രൂപത്തിലേക്ക് വന്നപ്പോൾ തന്നെ UDF-ഉം അദ്ദേഹത്തെ പെട്ടെന്ന് UDF-ലേക്ക് എടുക്കണ്ട എന്നൊരു നിലപാടിലേക്ക് വരികയും അങ്ങനെ എങ്ങും ഗതി കിട്ടാത്ത ഒരു അവസ്ഥയിൽ പി അൻവർ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു പിടിവള്ളി കാത്തിരിക്കുകയായിരുന്നു. മാധ്യമങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒറ്റപ്പെട്ടു പോയ, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന അൻവർ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാതെ ആയ ഒരു ഘട്ടത്തില് ഒരു പിടിവള്ളി ശ്രദ്ധ നേടാൻ എന്ത് കിട്ടുമെന്ന് നോക്കിയിരുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ കരുളായിൽ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിലമ്പൂരെ കരുളായിൽ ആദിവാസി യുവാവ് മണി എന്ന ആദിവാസി യുവാവ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണമടഞ്ഞ അതിദാരുണമായ മരണമാണ്. ഇതിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പി അൻവർ MLA-യും 40ഓളം വരുന്ന സംഘവും നിലമ്പൂരിലെ നോർത്ത് DFO ഓഫീസ് ആക്രമിച്ചത്. അതിൽ ഈ 40-അംഗ സംഘത്തിൽ 10ഓളം പേരാണ് ഓഫീസിനുള്ളിൽ കയറി അക്രമങ്ങൾ നടത്തുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തത്. ഈ 40 സംഘത്തിൽ 10ഓളം പേര്. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. അത് കഴിഞ്ഞിട്ട് രാത്രി അൻവറിനെ അറസ്റ്റ് ചെയ്തു. വീട് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് മുതലെടുത്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് തന്റെ ചില ന്യായങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം റിമാൻഡിലായ അദ്ദേഹം ജയിലിലേക്ക് പോയത്. ഞാൻ തിരിച്ചു വരട്ടെ, ബാക്കി കാണിച്ചു തരാം എന്ന് പറയുകയും മുഖ്യമന്ത്രിയുടെ അപ്പൻ്റെ അപ്പൻ എന്ന് വീണ്ടും വിളിക്കുകയും ചെയ്തു. ഇതിനുമുമ്പ് ഒരിക്കൽ മുഖ്യമന്ത്രിയുടെ അപ്പന് പി അൻവർ വിളിച്ചിരുന്നു. ആ പറഞ്ഞ് തെറ്റായിപ്പോയി എന്ന് പിന്നെ അദ്ദേഹം തൊട്ടടുത്ത അധികം വൈകാതെ അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ പിണറായിയുടെ അപ്പൻ്റെ അപ്പൻ, മുഖ്യമന്ത്രിയുടെ അപ്പൻ്റെ അപ്പൻ എന്ന് 2 തവണ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരപ്പന് കൂടി കൂടുതൽ വിളിച്ചിരിക്കുന്നു. ഇതിനി അദ്ദേഹം ക്ഷമാപണം ചെയ്യുമോ, ഖേദം പ്രകടിപ്പിക്കുമോ എന്ന് അറിയില്ല. എന്തായാലും അത് വേണമായിരുന്നു എന്ന് ഇപ്പോൾ അൻവർ ആലോചിക്കുന്നുണ്ടാവാം. കാരണം നേരത്തെ വിളിച്ചിട്ട് ക്ഷമ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ വളരെ പ്രകോപനകരമായ ഒരു പ്രസ്താവനയും മാധ്യമങ്ങളോട് നടത്തിയിട്ടാണ് അൻവർ റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിലിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഗതി പിടിക്കാതിരുന്ന, ക്ലച്ച് പിടിക്കാതിരുന്ന പി അൻവറിന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇതുമൂലം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് പോലീസ് നടപടിയുടെ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം പാതിരാത്രി വീട് വളഞ്ഞ ഒരു MLA, അദ്ദേഹം നിലമ്പൂർ MLA ആണ്, ഒരു MLA അറസ്റ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടോ ഇവിടെ? അങ്ങനെ അല്ലാതെ തന്നെ അദ്ദേഹം ജനപ്രതിനിധിയാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു നാടകം അറസ്റ്റിന് വേണമായിരുന്നു. ഇത് പോലീസ് തലപ്പത്തെ ആരുടെ തീരുമാനമാണ്? അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പിന്തുണയോടെ ആണോ? ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടി, അറിവോടുകൂടിയാണോ ഇങ്ങനൊരു നടപടി ഉണ്ടായത്? എന്തായാലും ഞങ്ങൾക്ക് തോന്നുന്നത് വലിയ മാധ്യമ ശ്രദ്ധയൊന്നും കിട്ടാതെ രാഷ്ട്രീയത്തിന്റെ വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പി അൻവറിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ, ഒരു ക്ലച്ച് പിടിക്കാനുള്ള അവസരം ഈ പോലീസ് നടപടിയിലൂടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് വേണമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി ആലോചിക്കാമായിരുന്നു. എന്തായാലും ഇനി വരുന്നത് ബാക്കി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം.